ഗൈസ്, നമ്മുടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോയ്ക്ക് ആ ഡിൻഡിങ് ബട്ടൺ ഓളാക്കി ഇവിടെ വിട്ടുതരും. അപ്പം ഞാൻ ഇടുന്ന എന്ത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലോബിയിലാണ്. ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസം, മൂന്ന് മാസമായിട്ടുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടീമായിട്ട് 4 പേരുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഉണ്ടാക്കിയൊരു ഗിൽഡാണ് ടീം വാട്ടർ, ടീം ലാവയ്ക്ക് ഇതായിട്ട്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ടീം ലാവയെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വാട്ടർ ഞങ്ങൾ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 38 ലെവലുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മാസമേ ഉള്ളൂ കളിക്കാൻ തുടങ്ങിയിട്ട്. വേണേ ഇത് ഞാൻ ഇപ്പോൾ എടുത്തുള്ളൂ. ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. വെപ്പണിൽ ഞാൻ AWM ആണ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് CS റാങ്ക് ഒന്ന് കളിച്ച് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല എനിക്ക് എന്തോ പോലെ. നമുക്ക് ഇതിടണോ എന്നൊരു ഡൗട്ട് ഇട്ടു. നമുക്ക് ഇതിടാം. ഇതായിരിക്കുന്നുള്ളൂ. ഇതിൻ്റെ കോമ്പായിട്ട് നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഇത് നമ്മുടെ മതിയായിരിക്കും. നമ്മൾ ഈ വളിച്ചെരിപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഒന്ന് കളിച്ച് നോക്കാം. ഫ്രണ്ടിൽ ആരെങ്കിലും കിടപ്പുണ്ടോ? ഫ്രണ്ട് റിക്വസ്റ്റ് ടോക്കനൊന്നുമില്ല, ആരുമില്ല. നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഞാൻ കളിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇച്ചിരി നൂബാണ്. ഞാൻ ഫ്രീ ഫയറിൽ വളരെ നൂബാണ്. എനിക്കറിയാം. ഈ കളി കണ്ടിട്ട് എനിക്ക് മനസ്സിലായിക്കോളൂ. താഴെയല്ലേ യൂസ് ചെയ്യും. ഇതങ്ങ് തള്ളിപ്പൊളിച്ചല്ലേ. നമ്മൾ പൊട്ടിച്ച് വലിയ കിട്ടും. വേണം മാറിക്കാൻ. നമ്മുടെ ടീമിൽ ഒരാൾ ടീമേറ്റോടെ കിടപ്പുണ്ട്. പക്ഷേ എനിമീസോട് ചറവറുണ്ട്. ഇതാണ് ഗൈസ്. അവിടെ കുറേ രാജ്യം തോന്നുന്നു. നമ്മുടെ പുറകെ തന്നെ ആയിരുന്നു ആ എനിമി. Double takedown. 1v1 ആണ്. ജയിക്കും. കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു അവൻ്റെ. നമുക്ക് അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, അതും തന്നെ ഞാൻ നൂബായിരുന്നു. ഇടിപ്പെട്ടിട്ട് വരുമ്പോഴത്തേക്ക് എന്ത് പോകും. Now you see me, now you don't, and we both know that I won't, but I try.
വിഷയം കളിയാണ് പറയണ്ട, ചെറുക്കൻ്റെ കളിയും കൂടെ പോയി. Double takedown. അപ്പോൾ ഗൈസ്, ഞാനൊരു ചെറിയ ചെറുക്കനാണ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൂടി നമുക്ക് യൂട്യൂബിലൊക്കെ ഒന്ന് വീഡിയോ ഇടണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഫ്രീ ഫയറിലൂടെ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് അപ്പോൾ അങ്ങനെ ഇട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രൈബാണ് എൻ്റെ ഓരോ വിജയങ്ങളും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് മാത്രം ലൈക്ക് ചെയ്തത് കേട്ടോ. ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല. കാരണം ഞാൻ വീഡിയോയിൽ ഏത് വീഡിയോ എടുത്താലും ചില പോരായ്മകൾ കാണും. അതെല്ലാവരും കാണും, പക്ഷേ എനിക്ക് ഇച്ചിരി കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്കും ചെയ്തു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല മാത്രം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് കൂടി ചെയ്തു. പറയാൻ പറ്റത്തില്ല, ബാക്കിലൊക്കെ ആകും ചെയ്യാനാണ്. അവിടെ First doom. 2 नंबर ब्रो मत बन आ जाए सर. എനിക്ക് ഏഴോളം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ആവിയില്ലെന്നില്ല എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. നൈസായിരിക്കും. എനിമി തീർന്നു, ചേച്ചിയുടെ ഒന്നുമില്ല. അയ്യോ, സോമൻ Double takedown. എവിടെ ഉണ്ട് കേട്ടോ. Double takedown. അങ്ങനെ നമുക്ക് 2 ഇടപെടൽ വിജയകരമായി കിട്ടിയിരിക്കുന്നു. പൈസ കൊടുക്കാതെ തന്നെ എന്നാൽ ലൂട്ട് എടുക്കുന്നതിന് ഗുണം. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ UID താഴെ നല്ല ദിവസമായി. നമ്മൾ ഒളിച്ചും ഭാഗത്ത് നിന്ന് അടിക്കും. ഈ ചവറെടുക്കുന്നു കളയണം. First doom. Double takedown. നമ്മൾ മുകളിലെത്തിയേക്കുന്നത്. അപ്പോൾ ഗണ്ണൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും കഴിഞ്ഞിട്ട് ഡീഫോൾട്ട് എടുക്കും. കണ്ണെന്ന് പറയുന്നത് ഏതെങ്കിലും വെച്ച് നമുക്ക് അത്ര കഴിവില്ലെങ്കിലും എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. AK-47 കാരെടുത്താണ്. എനിക്ക് AK-47 ഇഷ്ടമല്ല. ബീസ് എന്താണെന്ന് നമ്മൾ ചോദിച്ചത്, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ വഴി പോകാം. അയ്യോ, ഈ വഴി
First doom. താഴെ പോകാം. സോണിയ എടാ വാട 2v2 ആണ് ഗൈസ്. ഒരാൾ നോക്കായതുകൊണ്ടാണ്. Double takedown. 1v2 അല്ലേ 3v2 എനിക്ക് അത്ര സീനുള്ളൂ. നമ്മളിങ്ങനെ വിജയകരമായി ജയിച്ചിട്ടുണ്ട്. വിജയകരമായി നമ്മൾ വിജയിച്ചു. അത്ര എനിക്ക് പണ്ടൊരു ആഗ്രഹമുണ്ടായിരുന്നു ഈ അക്ഷയകത്തിനെയൊക്കെ പോലെ കളിക്കണം. അതായത് ഈ AW വെച്ച് ഞാൻ ഓർത്തിന് സ്കിന്നിൻ്റെ ആയിരിക്കുമായിരുന്നു. പിന്നെ ഞാനെനിക്ക് നിരാശനായി പോയി. പക്ഷേ എനിക്ക് ഈയിടെയാണ് മനസ്സിലായത് പുള്ളിക്കാരെ സ്വിച്ച് ചെയ്തു. കളിച്ചാൽ നിന്നപ്പോൾ ഞാൻ തോളൊന്ന് ശ്രദ്ധിച്ചു. പക്ഷെ തലയൊക്കെ കറക്റ്റ് First doom. എനിക്ക് റിക്വസ്റ്റ് ഉണ്ടല്ലോ അക്സെപ്റ്റ് ചെയ്തു. ഈ കാര്യം കണക്കുന്ന സ്വഭാവം. Double takedown. നമ്മൾ നമ്മൾ ഹീറോയ്ക്ക് ഞാൻ നേരത്തെ അടിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞിട്ടില്ല, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ലൈവ് ഇടണമെന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ലൈവ് ഇടുന്നത് തന്നെ ആയിരിക്കും. കമൻറ്റ് ചെയ്താൽ മാത്രം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യണം അതാണ് എൻ്റെ ഒരു കാര്യം. വേണമെങ്കിൽ നിങ്ങളെ കളക്ഷൻ കാണിച്ചു തരാം. കളക്ഷൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമായി. എനിക്കിപ്പോൾ ഇതിലൊക്കെ കണ്ടല്ലോ 7 എണ്ണം മാത്രം. അതും 1 2 3 4 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കണ്ടോ, ഒത്തിരി ഞാൻ കളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് കളിച്ച് കിട്ടുന്നതാണ്. അത് മേടിക്കുക. ഇത് ഹീറോ കളിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത് നമ്മുടെ അറിയാലോ, നമ്മുടെ റംദാൻ സ്പെഷ്യലാണത്. പിന്നെ ഇത് നമ്മുടെ പുതിയ ബണ്ടിലാണ്. ഇത് നമുക്ക് കിട്ടുമ്പോഴേ കിട്ടും. ഇത് നമ്മുടെ ബൂയ പാസിൻ്റെ ഇത് കയറുമ്പോൾ കിട്ടുന്ന സാധനമാണിത്. പാൻറ് ഇത് ഞാൻ മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് സ്റ്റോറിയിൽ നിന്ന് മേടിച്ചത്. ഇത് നമ്മുടെ ബണ്ടിൽ. ഇത് ഞാൻ നമ്മുടെ CS ഡയമണ്ട് 5 അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഇത് ഞാൻ മേടിച്ചു. ഇത് നമുക്ക് ടൈമിങ്ങിന് കിട്ടിയതാണ്. ഇത് ബണ്ടിലിൻ്റെ ഇതുമാണ് ഞാൻ കാശ് മുടക്കിയല്ല, നമ്മുടെ കാർഡ് കൊടുത്ത് മേടിച്ചത്. ഇതിൻ്റെ കാർഡിൻ്റെ പേരെന്തായിരുന്നു, FF ടോക്കൺ. ഈ ടോക്കൺ കൊടുത്താണ് ഞാൻ മേടിച്ചത്. ഇതൊക്കെ തോന്നുന്നു. പിന്നെ എനിക്ക് ഒരു ഇമോട്ട് കിട്ടണം. എനിക്ക് ഇമോട്ട് മാത്രം കിട്ടുന്നില്ല. അതാണ് എൻ്റെ ഒരു ബെർമുഡ. എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ വിചാരിക്കുക എന്താണ് എനിക്ക് ബെർമുഡ ഇഷ്ടമല്ല. ഇഷ്ടമൊക്കെയാണ്, എന്നാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു കഥ. ബിയറാങ്കൊക്കെ ഇപ്പോൾ എനിക്ക് മൂടുള്ളപ്പോൾ മാത്രമേ പോകത്തുള്ളൂ. കണ്ടോ ഇതൊക്കെ. ലോൺ വോൾഫ് കളിക്കണമെന്ന് എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് CS തന്നെ പോകാം. ബോറടിക്കുന്നുണ്ടോ? നമുക്ക് ബോറടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ക്രാഫ്റ്റ് ലാൻഡിൽ പോവുക, ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കുക. കാണിച്ചു തരാം. ഞാൻ ഈയിടെ കുറച്ച് ദിവസമായി ഇതൊക്കെ എടുത്തിട്ട്. നമുക്ക് ഇതൊന്ന് ക്ലൈംബ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി സമയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തേക്ക് പൊക്കോട്ടോ. അടുത്തൊരു ഇതായതുകൊണ്ടാണ് വെച്ചാൽ ആദ്യത്തെ ഒരു
വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വളവളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ. Free Fire ചില India is second. യൂട്യൂബറൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനൊക്കെ തരും. ഞാനിപ്പോൾ ആ യൂട്യൂബർ ആരെന്ന് ഞാൻ പറയുന്നില്ല. ചാടി ചാടി പോവാ, ഒരു വിഷയമില്ല, കുഴപ്പമില്ലായിരിക്കും. ആ നീലേ പോകരുത്, ആണ് നമ്മുടെ ടാസ്ക്. അയ്യോ, നമുക്ക് ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് ചെയ്തില്ലേ. നമ്മളിവിടുന്ന് ചാടി, ഇവിടുന്നും ചാടി, ഇവിടുന്നും ചാടി ഇങ്ങനെ പോവും. പിന്നെ അത് ഇവിടുന്ന് ഇങ്ങനെ ഓശോ, ഇവിടുന്ന് ശ്രദ്ധിച്ചോണം കളിക്കാൻ. ഓക്കെ ഓക്കെ, കുഴപ്പം ഇതുവരെ ഇല്ല. പിന്നെ കാലേറ്റി കൊക്കയെ വീണല്ലേ ഉള്ളൂ. ചെക്ക് പോസ്റ്റ് എങ്ങനെ നമ്മൾ കടന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. പോയി ഇച്ചിരി ആത്മഹത്യയിൽ ഉള്ള ചെയ്യാനെന്ന് എന്ത് വെറുതെ വെള്ളം മേടിച്ച് കൂട്ടണ്ട. ഓ, നമ്മളിങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. എടാ, നമ്മൾ പരിശ്രമിക്കും. പ്രാക്ടീസ് മെയ്ഡ് പറയണ്ട. ഇപ്പോൾ ഞാൻ ഇറങ്ങിപ്പോ ഇതെൻ്റെ ജസ്റ്റ് ഇട്ടോട്ടെ. ടു ഡിഫിക്കൽട്ട്. ഞാൻ ഈ ക്രാഫ്റ്റ് ലാൻഡ് കളിക്കുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. ഈ പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കിടന്ന് എണ്ണ വരയ്ക്കുന്നത്. മനസ്സിലായി കാണുമല്ലേ? നമുക്ക് ലോൺ വൂഫിലൊക്കെ ഒന്ന് പോയി ആളെ പറ്റിയിട്ട് വരാം. ഞാൻ പറയാറിലൂടെ പോകില്ല, ഹീറോയ്ക്കിലൂടെ പോകണ ഇത് ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടില്ല എനിക്കിതുവരെയായിട്ട്. ഇത് ബട്ട് ബ്രോ ബാളിക്ക് हेलो भाई, कस्टमर का फोन लिया डाला ब्रो. हेलो 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 भाई, कस्टमर का ब्रो. आई एम मलयाली. हैं? मलयाली. कस्टम खेलेगा भाई? कस्टम मींस रूम. हाँ भाई. खेलना भाई. टू वेट आई प्रिपेयर. है भाई. हेलो ब्रो, आई एम मलयाली. रूम बना ले भाई तू. Free Fire India is set. നിങ്ങളൊന്ന് ഗസ് ചെയ്ത്
നൈഫ് എന്ത് ചെറുപ്പം കുഴപ്പമില്ല. ആദ്യം MP40 അല്ലേ. പേര് വായിക്കണമെങ്കിൽ വായിച്ചോളൂ. എന്തോത്തിന്റെ കേടുണ്ടായിരുന്നു, അതാണ് അവൻ അങ്ങനെ ചെയ്തത്. ഇത് നമ്മുടെ വെപ്പൺ കളക്ഷൻ ഇച്ചിരി കുറവാണ്. ഞാൻ വേണം കാണിച്ചു തരാം. ഇവോഗണ് ഞാൻ പറഞ്ഞു, ഡയമണ്ട് ഇറക്കി നമ്മളൊരു കളിയും കളിക്കത്തില്ല. ഇപ്പോഴേ ഞാൻ പറയുകയാണ്. റൈഫിളിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ എക്കോഡിസൻ്റെ നമുക്ക് ആദ്യം രണ്ടെണ്ണം കിട്ടുന്ന, പിന്നെ നമ്മുടെ പുതിയതായിട്ടിരുന്ന ഗഡ്സീന് വന്നായിരുന്നു. പിന്നെ ഏകപടിസൻ്റെ നമുക്ക് ആദ്യം കിട്ടുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത് വെച്ചൊന്നും കളിക്കാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും കിട്ടും. പഴയ മോഡൽ SMT ഈ എനർജീനിയറാണ്. എഞ്ചിനീയർ ഇത് നമുക്ക് ടൈമിങ്ങിന് കിട്ടിയതാണ്. പരാഫിൽ നമുക്ക് പെർമനൻ്റ് ഇത് വന്നപ്പം ഇവിടെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, അത് വന്നപ്പോൾ എടുത്തതാണ്. ഒരു ഇവൻ എന്താ കഴിഞ്ഞില്ലേ ഇത്? എന്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. हंदो दिखा दे यार वही। Free Fire India is set.
ചെറുക്കൻ റിവെഞ്ച് എടുത്ത് ഗൈസ്. വാശിയായിരുന്നു. നമ്മുടെ ഭാവി വോഗണ്ണാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. വേഗം മാച്ച് അതുകൊണ്ട് അല്ല ഇത് മാച്ചല്ല. B40 പഴയ MB40 ആയിരുന്നു. സുബു ഒരു സുബു തോക്കില്ലേ ഇപ്പോൾ. പഴയ MB40 ഇതൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ ഇത്രയും ഇതെടുക്കുന്നുണ്ട്. സുബോട നമ്മളിതിന് എന്തോ മേടിക്കും. എനിക്ക് ആഗ്രഹം ഒരു ഇത് മേടിക്കും. നമ്മുടെ പെണ്ണുങ്ങളുടെ ഇതാണ് കണ്ടോ. സൂക്ഷിച്ച് വെക്കാം. എനിക്ക് സൂക്ഷിച്ച് വെച്ചാൽ പറ്റും. ഞാൻ എനിക്ക് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞത് ഇതും ഇതിൻ്റെ ഫുൾ സെറ്റ്. ഫുൾ സെറ്റ് എന്ന് പറയാനൊന്നുമില്ല. ഇത് രണ്ടും എൻ്റെ ഇപ്പോൾ ഇത് 819 ഞങ്ങൾ വിചാരിക്കും ഞാൻ കളിക്കാനൊന്നുമില്ല. പക്ഷേ അല്ല, ഇന്ന് രാവിലെ ഒരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ 10,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്ക് സ്നൈപ്പറിൻ്റെ ക്യാരക്ടർ ഇല്ലായിരുന്നു. അതങ്ങനെ റഫ് ചെയ്തു, അത് വാങ്ങി. കുട്ടപ്പനെയും കുട്ടപ്പൻ മുട്ടയുമായി വരുന്നുണ്ട്. ബാനർ നമുക്ക് ഇച്ചിരിയേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ഗിൽഡ് ഇതാണ്. ഗിൽഡ് ലീഡറിനെയാണ് കാണിച്ചത്. ഗിൽഡ് ലീഡർ എന്ന് പറഞ്ഞാൽ സേട്ടൻ എന്ന് പറയുന്നത് വിളിക്കാനാണ്. പ്രൊഫൈൽ എനിക്ക് എൻ്റെ ഫ്രണ്ടും കൂടാണ്. പുള്ളിക്കാരൻ 6 year old-ആണ്. 55 ലെവലൊക്കെ ഉണ്ട്. റിവ്യൂ എന്നൊക്കെ അറിയണമെങ്കിൽ ക്ലാഷ് കോളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹെൽപ്പേഴ്സ് 48 പേരുണ്ട്. ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ 105 ഉണ്ട്. നോക്ക് ഡൗൺസ് 506 ഉണ്ട്. എന്തായാലും അങ്ങനെ കാണിക്കത്തില്ല. ക്ലാഷ് കോഡിൽ ഏകദേശം അതായത് CS-ൽ 85 വട്ടം കളിച്ചിട്ടുണ്ട്. 54 വട്ടം ജയിച്ചിട്ടുണ്ട്. എലിമിനേഷൻ 426 KDA വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2.65 ഉള്ളൂ. ക്വാർട്ടർ ടേക്ക് ഡൗൺ 8 ഉണ്ട്. ട്രിപ്പിൾ ടേക്ക് ഡൗൺ 30 ഉണ്ട്. ഡബിൾ ടേക്ക് ഡൗൺ 81. MVP 35. എൻ്റെ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാനൊന്നും ഒന്നുമില്ല. അങ്ങനെ കാണിച്ചു തരാം. ഹെൽപ്പേഴ്സ് 55 പേരേ ഉള്ളൂ. ഡാമേജ് 1454. ഹെഡ് ഷോട്ട് 159 ഉള്ളൂ. നോക്ക് ഡൗൺസ് 644. MVP 39 ഉള്ളൂ. ഡബിൾ ടേക്ക് ഡൗൺ 96. ട്രിപ്പിൾ ടേക്ക് ഡൗൺ 22. ക്വാർട്ടർ ടേക്ക് ഡൗൺ 2 വട്ടം എടുത്തിട്ടുള്ളൂ. എന്നാ വെച്ച് നോക്കിയാലും സേട്ടനാണ് കൂടുതൽ. അതായത് നമ്മുടെ ഗിൽഡ് ലീഡറായ സേട്ടനാണ് കൂടുതൽ. ഗിൽഡ് ലീഡർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ ഗിൽഡ്. ഈ നിമിഷം വെപ്പൺ എന്നൊക്കെ പറയണം. നല്ല AWൻ്റെ നമ്മുടെ ഇങ്ങനെ ഈ AWൻ്റെ ഭ്രാന്തുള്ള ഒരാളെ GSG കണ്ടിട്ടില്ല. വിഷ്ലിസ്റ്റൊക്കെ ഇത്ര ഉള്ളൂ. ലെവൽ 1 നമുക്ക് ഗിൽഡിൽ നമുക്ക് എത്ര 20 പേരെയൊക്കെ കയറ്റാം. ഞങ്ങളിപ്പോൾ 4 പേര് ഇന്ന് രാത്രി ലൈവ്. നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ, അതായത് തെറ്റിപ്പോയി, ഈ വീഡിയോ നിങ്ങൾ അതായത് എന്താ ഞാൻ പറയുക, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ, അതായത് ലൈവ് ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം. ഇന്ന് ഞങ്ങൾ ഗിൽഡ് വാഴ്സ് കളിക്കുന്ന ഒരു ലൈവ് ആയിരിക്കും ഇന്നിടുന്നത്. നിങ്ങൾ പറയണം മാത്രമേ ഉള്ളൂ ഗൈസ്. പറഞ്ഞില്ലേ ഞാൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
അപ്പം എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു എന്ന് പറയുന്നില്ല. അപ്പം ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ പോയി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ബൈ. ഓക്കെ, എമ്മാക്കുട്ടൻ ഓൺ വൈൻഡപ്പ്.